പടക്കം പൊട്ടിക്കുമെന്ന തീരുമാനത്തിലാണ്. അടുത്ത കേസാകുമെന്ന് തോന്നുന്നു ഈ പോക്ക് പോയാൽ. ദീപാവലിക്കൊക്കെ പൊട്ടിക്കുന്നതാണ്. പിന്നെ പൊട്ടിച്ചാൽ എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത്. ഇത് പോലീസ് പത് തടഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേശീയപാതയുടെ സൈഡിലാണ് ഈ പടക്കം പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഈ മെട്രോയുടെ നിർമ്മാണം നല്ലതാ. പടക്കം അറിയാതെ കാണും പൊട്ടിയ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലൂടെ പൊട്ടും വരുമെന്നുള്ള ഉറപ്പാണ്. എന്തൊക്കെയാണ് കാണുക. പോലീസ് എന്തായാലും വന്നിട്ടുണ്ട്. സാറേ ഇത് ചെറിയ ഓലപ്പടക്കം, ഇത് ചൈനീസ് പടക്കമാണ്. ഇതിനകത്ത് വലിയ ബോംബൊന്നുമല്ല ഇത്. ഇവിടെ ബോംബ് പൊട്ടിക്കുന്നു. ആറന്മുള ലോറിക്കാര് വലിയ ബോംബ് പൊട്ടിക്കുന്നു. അതുപോലെ ദീപാവലിക്ക് ഗുണ്ട് പൊട്ടിക്കുന്നു നടു റോഡില്. ഞങ്ങളെ ഒരു ഇത്രയും മാറി ആർക്കും ശല്യം ഇല്ലാത്തടുത്ത് ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? അതും പാവം ബോബിച്ചമ്മണ്ണൂരിന് വേണ്ടി. ഞങ്ങളെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പരിപൂർണ്ണ ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സംഘടന പടക്കം പൊട്ടി സ്വീകരിക്കുന്നു. ഇനി തൃശ്ശൂർ പോയി ഞങ്ങൾ മാലയിടും. അപ്പൊ പടക്കം പൊട്ടിച്ചിട്ട് പോവുക. തൃശ്ശൂർ മാലയിടാൻ പോവുക. എന്താ എത്ര നിരപരാധ പോലീസ് അനുമതി ഇല്ലെങ്കിൽ ഞങ്ങൾ പൊട്ടിക്കും. പോലീസ് ഒന്നും അല്ല ഇതിൽ. പറഞ്ഞല്ലോ പൊട്ടിക്കും. ഞങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റില്ല. ഞങ്ങൾ പൊട്ടിക്കുന്നതായാലും സ്ത്രീകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇത്. കള്ളക്കേസിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഒരുപാട് പേര് വ്യാജ പോക്സോ കേസിൽ പെടുത്തുന്നു. അതിനെതിരെയുള്ള വ്യാജ കേസുകളിൽ പുരുഷന്മാരെ പെടുത്തുന്നതിനുള്ള പ്രതിഷേധം എന്നാണ് പറയുന്നത്. ഇവിടെ അത് കാര്യമില്ല. നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുനിസ എന്തായാലും 12 മണി കഴിഞ്ഞിട്ട് അവിടുന്ന് പോയാൽ മതി. ഇനി തിരിച്ച് ബോബി ചെമ്മണ്ണൂർ അങ്ങോട്ട് വരുമോ എന്ന് നിശ്ചയമില്ല. എന്തായാലും കോടതിയിൽ അഭിഭാഷകൻ വിശദീകരണം നൽകിയതിന് ശേഷമായിരിക്കും കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ശ്യാം ദേവരാജ് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പടക്കം പൊട്ടിക്കാൻ വന്നവരെയും നമ്മൾ കണ്ടു. അതിൽ പടക്കം പൊട്ടിച്ച് തീരുമ്പോഴേക്ക് കോടതി മറ്റൊരു തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ അഭിഭാഷകൻ എത്തി നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അഭിഭാഷകൻ സ്വാഭാവികമായും പറയാൻ പോകുന്നത് അദ്ദേഹം ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തു, അത് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാവാം തുടങ്ങിയ എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകേണ്ടി വരും. ചുരുക്കത്തിൽ അഭിഭാഷകൻ അങ്ങനെ ഒരു വിശദീകരണം നൽകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി, അല്ലേ ശ്യാം ദേവരാജ്? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ട് 4:08 ഹൈക്കോടതി അതിന്റെ വെബ്സൈറ്റിൽ ഈ ജാമ്യം അനുവദിച്ചിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിട്ടുള്ള ഉത്തരവ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് 4:45 എറണാകുളം മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിലീസ് ഓർഡർ നൽകി. ഇക്കാര്യം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നേരിട്ട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയോട് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 4:45 റിലീസ് ഓർഡർ കിട്ടിയിട്ടും 7:15 വരെയോ 7:30 വരെയോ സമയമുണ്ടായിരുന്നു അത് കാക്കനാട് ജയിലിലെത്തിക്കാൻ, ജില്ലാ ജയിലിലെത്തിക്കാൻ. പക്ഷേ അത് എത്തിച്ചില്ല. അങ്ങനെ എത്തിക്കാതിരുന്നത് മനഃപൂർവ്വമാണ് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ രീതിയിൽ ജാമ്യം റദ്ദാക്കുമെന്ന മുന്നറിയിപ്പ് തന്നെ നൽകുന്നത്, കടുത്ത ഭാഷയിലേക്ക് നീങ്ങുന്നത്. അതായത് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതിയാണ്. പ്രതിയുടെ ആവശ്യമനുസരിച്ച് ഹൈക്കോടതി ജാമ്യം നൽകി. അങ്ങനെ ജാമ്യം നൽകുമ്പോൾ ആ ജാമ്യമാണ് അനുസരിക്കാതെ പാലിക്കാതെ റിമാൻഡ് തടവുകാർക്ക് വേണ്ടി വക്കാലത്തെടുത്ത് ബോബി ചെമ്മണ്ണൂർ ഒരു ദിവസവും കൂടി ജയിലിൽ കഴിയുന്നത്. ഇത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കുന്നതാണ്. നിയമത്തിന് മുകളിലാണ് താൻ എന്ന ചിന്തയാണ് ബോബി ചെമ്മണ്ണൂരിനെ നയിക്കുന്നതെന്നാണ് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഹൈക്കോടതി തുടക്കത്തിൽ തന്നെ പറയുന്നത് നാടകം കളിക്കരുത് എന്ന് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനോട് പറയുന്നത്. റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് എടുക്കേണ്ട എന്ന് ബോബി ചെമ്മണ്ണൂരിനോട് പറയുന്നത്. ജാമ്യം റദ്ദാക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകുന്നത്. അതിന് നോട്ടീസ് നൽകിയത് ജാമ്യം റദ്ദാക്കാതിരിക്കാൻ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ അറിയിക്കണമെന്ന കാര്യം നോട്ടീസായി നൽകിയത്. ഇത് 12 മണിക്കകം ഈ വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം.